ഹേ ഗായ്സ് അസ്സാം വലൈക്കും, ഈദ് മുബാറക്. ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റത്തെ വ്ളോഗാണ്. എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിന്ന് ഈദ് ലഞ്ച് പുറത്തുനിന്നാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചായക്കടയിൽ വെയിറ്റിംഗ് ആണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ടാലോ. എല്ലാവരും എത്തിയിട്ടുണ്ട് പല പല സ്ഥലത്തുനിന്ന്. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാം. എല്ലാവരും ഒരു ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി മെനു കാർഡൊക്കെ എടുത്ത് നോക്കുവാണ്. എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഞങ്ങളെല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, എന്ത് ഓർഡർ ചെയ്യണമെന്ന്. പിന്നെ ഞങ്ങളൊരു തീരുമാനത്തിലൊക്കെ എത്തി. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ ദാരു ബേബി. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഓർഡറൊക്കെ ചെയ്ത് വെയിറ്റിങ്ങിലാണ് കേട്ടോ ഫുഡ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും ഭയങ്കര വർത്താനമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ കുറേ പേര് പോസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടോ ഗായ്സ്. നമുക്ക് നമ്മുടെ ഫുഡ് ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്തൊക്കെയുണ്ടെന്ന്. ചിക്കൻ സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ്റെ കുറേ ഐറ്റംസ് മേടിച്ചു. പിന്നെ ബീഫിൻ്റെ ഐറ്റംസ് മേടിച്ചു. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് മന്തി, ഷവായി മന്തിയും പിന്നെ അൽഫാം മന്തിയും പിന്നെ കല്യാണച്ചോറും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡെല്ലാം. ഞാൻ കല്യാണച്ചോറ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മളെ കൊണ്ട് മൊത്തം കഴിക്കാൻ പറ്റില്ല എന്നാലും. പിന്നെ ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ച് എല്ലാവരും ഒരു പരുവമായി എന്ന് പറയാം. നല്ല രസമായിരുന്നു എന്തായാലും അന്നത്തെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരും ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ. പിന്നെ നമ്മുടെ ജ്യൂസുകളെത്തി. ഇവരൊക്കെ എന്താണ് ഓർഡർ ചെയ്തത് ഞാൻ തന്നെ മറന്നുപോയി. ചായ ഓർഡർ ചെയ്തായിരുന്നു, പിന്നെ സർബത്ത് ഓർഡർ ചെയ്തു, പിന്നെ പെപ്സി, 7up അങ്ങനെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ എല്ലാവരും ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവർ പരസ്പരം ഫ്രണ്ട്സ് കണ്ടതിൻ്റെ ഒരു സന്തോഷം. ഇത് സർബത്തിൽ വെള്ളം ഒഴിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ കൂടി. എന്നിട്ട് ഒരാൾ ചായക്ക് ചിയേഴ്സൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീണ്ടും അങ്ങനെ നല്ല രസമായിരുന്നു അന്നത്തെ ഡേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ബേബീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു യുദ്ധം അവസാനിച്ചു ഗായ്സ്. ആ കടയിലെ മണിക്കൂറുകളോളം അതിൻ്റെ അകത്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ എവിടെ പോകണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു എല്ലാവർക്കും. ഈ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് പേര് പറഞ്ഞു സ്ട്രാറ്റ്ഫോർഡ് പോകാമെന്ന്. അത് കഴിഞ്ഞ് തീരുമാനത്തിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള പാർക്കിൽ പോയി. ആ പാർക്കിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. നല്ല ഭംഗിയുള്ള പാർക്കാണ് കേട്ടോ. ഒരു ഫോറസ്റ്റിലൊക്കെ പോയ പോലത്തെ ഒരു ഫീല്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കൂടെ ഇങ്ങനെ നടന്ന് എല്ലാവരും നടക്കുവാണ്. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അക്സം അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ പാത്തു എന്താ ചെയ്യുന്നത്? പാത്തു വീഡിയോ എടുക്കുവാണ്. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണമല്ലോ ഈദ് ഡേ ആയതുകൊണ്ട്. അക്സമിന് പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടോ ഊഞ്ഞാലൊക്കെ ആടാനായിട്ടോ. അവർ നല്ല കമ്പനിയായി. അങ്ങനെ സഞ്ജനയും അക്സവും ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് എന്ത് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഡാരുബേബീനെ കളിപ്പിച്ച് കൊണ്ടിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ആ പാർക്കിൽ കൂടെ ഇങ്ങനെ നടന്നു. ഇവിടെ നല്ല രസമുള്ള അണ്ണാനുണ്ട് കേട്ടോ. നല്ല ഭംഗി അതിനെ കാണാൻ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടുത്തെ അണ്ണാനൊക്കെ നല്ല സൈസ് ഉണ്ട്. അതിനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ അതൊരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പും കൂടി ഉണ്ട്. ചെറിയ പിള്ളേരൊക്കെ ഇരുന്നു ഊഞ്ഞാലാടുണ്ട് അവിടെ. എന്നിട്ട് വീണ്ടും നമ്മുടെ ഡാരു ബേബി സ്ക്രീനിലെത്തി. ഞങ്ങളുടെ ബേബീനെ ഒന്ന് വൈറലാക്കണം കേട്ടോ എല്ലാവരും കൂടി. എന്നിട്ട് വീണ്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുക ഗായ്സ്. സന്ധ്യയായി. ഇവിടുത്തെ സന്ധ്യ ഇപ്പോൾ രാത്രി 8 മണിക്കാണ് കേട്ടോ. അങ്ങനെ ശേഷം ഞങ്ങൾ സജിലിൻ്റെ വീട്ടിൽ പോയി. ഞങ്ങൾക്ക് നെഹ്റ നല്ലൊരു പപ്സ് ഉണ്ടാക്കി തന്നു. പിന്നെ ചായ കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. കുറേ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഒരു സന്തോഷം. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗായ്സ്, ലവ് യു ഓൾ.